അപ്പോൾ നമുക്കിന്ന് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. 2-3 ദിവസം മുൻപ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കല്യാണത്തല്ല് ഇന്ന് അത്താഴൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷമുള്ള കല്യാണമാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കല്യാണത്തിൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ കല്യാണം വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞായറാഴ്ച രാവിലെ ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും നമ്മുടെ ചേട്ടനും അടുത്ത് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് ദൂരമൊക്കെ തന്നെ ഉള്ളൂ. അധികം നടന്നൊക്കെ പോകുന്നവർ കാണാം. അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ മയിൽ വാഹനത്തിലേറി കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആരെ കല്യാണം എന്നറിയണ്ടേ, നമ്മുടെ ഏട്ടൻ്റെ മകൻ്റെ കല്യാണമാണ് കേട്ടോ. അതായത് അച്ഛൻ്റെ പെങ്ങളെ മകൻ്റെ കല്യാണം. അങ്ങനെ ഞങ്ങളിതാ കല്യാണ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞ കല്യാണ വീട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കല്യാണ ചെക്കനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അധികം തിരക്കൊന്നുമില്ല കല്യാണ വീട്ടിൽ. അപ്പോൾ ഇതാണ് കല്യാണ ചെക്കൻ്റെ അച്ഛൻ, അതായത് ഞങ്ങളുടെയൊക്കെ വലിയേട്ടനായ രാജേട്ടൻ. രാജേട്ടൻ വാതുക്കെ തന്നെ എല്ലാവരും സ്വീകരിക്കാനുണ്ട് കേട്ടോ. രാജേട്ടൻ മാത്രമല്ല ചെക്കൻ്റെ മാമന്മാരും ഉണ്ട് കേട്ടോ, എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നു. പിന്നെ നല്ല അടിപൊളി പട്ടുസാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്ന ആളെ കണ്ടോ. ഇതാണ് അജിതേച്ചി, അതായത് ചെക്കൻ്റെ അമ്മ. നല്ല ഭംഗിയില്ലേ സാരി കൊടുത്തിട്ട്, ഭംഗിയിൽ സുന്ദരിയായിട്ട്. പിന്നെ അടുത്ത സുന്ദരി നമ്മുടെ രജിലേച്ചി, അതായത് ചെക്കൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ, അതായത് ചെക്കൻ്റെ ആപ്പി, നമ്മുടെ രാജീവേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. പിന്നെ ഇത് നാത്തൂനാണ് കേട്ടോ. പിന്നെ 2 എഴുത്തിമാരുണ്ട്. നാത്തൂന് ബിന്ദേച്ചി, പിന്നെ എഴുത്തിമാർ ചന്ദ്രേച്ചിയുണ്ട്, സിന്ധ്യേച്ചിയുണ്ട്, പിന്നെ ശോഭേച്ചി എഴുത്തിൻ്റെ മോളുണ്ട്, പിന്നെ ബിന്ദേച്ചിൻ്റെ മോൻ്റെ മോളുണ്ട്. ഈ ക്യൂട്ട് ബേബിനെ കണ്ടോ, ഇത് മാളുവിൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയച്ഛൻ, അതായത് അച്ഛൻ്റെ അനിയൻ, ആപ്പൻ എന്നാട്ടോ എല്ലാവരും പറയാം. ചെറിയച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണേ. അങ്ങനെ കുറേ നേരം എല്ലാവരും കൂടി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ പോണത് അങ്ങോട്ടാണ് ഭക്ഷണം കഴിക്കാൻ. പിന്നെ കല്യാണ ചെക്കനും പെണ്ണൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പം നല്ല ഭക്ഷണമായിരുന്നു. തലേ ദിവസം ബിരിയാണി ആയിരുന്നു കല്യാണത്തിൻ്റെ അന്ന്. നല്ല സാമ്പാറും ചോറും പരിപ്പ് പ്രഥമനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെക്കനും പെണ്ണും വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണം എന്ന് പറയാൻ നല്ലത് ചെക്കനും പെണ്ണിനെ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ചെക്കനും പെണ്ണും അകത്തേക്ക് കയറാൻ കേട്ടോ. ഇനി അവരൊന്ന് ഫ്രീ ആവട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അവരെ. ചെക്കൻ്റെ കൂടെ ചെക്കൻ്റെ പെങ്ങന്മാരാണ് കേട്ടോ. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് സുന്ദരികളായിട്ട് സാരി കൊടുത്തിട്ടാണ് കേട്ടോ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും. ചെക്കൻ്റെ പേര് രഖിൽ എന്നാണ് കേട്ടോ, പെണ്ണിൻ്റെ പേര് ചൈതന്യ. അപ്പം എനിക്ക് കിട്ടിയ ചാൻസിന് ഇവരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ എനിക്ക് മടിയാണ്. എനിക്ക് കിട്ടിയ ചാൻസിന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കല്യാണ ചെക്കനും പെണ്ണും അടിപൊളിയല്ലേ, സുന്ദരിയും സുന്ദരനല്ലേ. അപ്പോൾ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഈ ചെക്കനും പെണ്ണിനും വിശ്വസ് അറിയിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചെക്കനും പെണ്ണും സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ബന്ധുക്കളും കുടുംബക്കാരും എല്ലാവരും കൂടിയില്ലേ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു കേട്ടോ. പിന്നെ ആരും ഇല്ലാത്ത സമയത്താണല്ലോ എല്ലാവരും ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക. ആകെ നിരത്തി ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുത്ത് കൊടുത്ത് ഞാൻ മടുത്തു കേട്ടോ. ഈ ഫോട്ടോസിലും വീഡിയോസിലൊന്നും എൻ്റെ ചേട്ടനെ കാണാനല്ലോ. എൻ്റെ ചേട്ടൻ കല്യാണ പന്തലിൽ ഭയങ്കര തിരക്കിട്ട പണിയിലാണ്. അങ്ങനെ 2 ദിവസം കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ആയിട്ട് കല്യാണമൊക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ച് സന്തോഷത്തോടു കൂടി കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ വൈകിട്ട് 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണ വീട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഏട്ടൻ്റെ വീട്ടിലെ കല്യാണ വിശേഷങ്ങൾ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.